Dear students, welcome back to the next class of biology. അപ്പോൾ ഓണം വെക്കേഷന് ശേഷം നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് മീൻസ് ഓണം വെക്കേഷന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് നടക്കുന്ന ഡൈജഷനെ കുറിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് ഡൈജഷൻ എന്നുള്ള പ്രോസസ്സും, അതായത് കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ എന്നുള്ള പ്രോസസ്സും ബിഗിനിങ് ഓഫ് അബ്സോർപ്ഷൻ എന്നുള്ള രണ്ട് പ്രോസസ്സുകളാണ് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് നടക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ, അതായത് ഡൈജഷന്റെ കംപ്ലീഷനാണ്. അപ്പോൾ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത് ലിവർ ആൻഡ് പാൻക്രിയാസ് ആണ്. ലിവർ ബൈൽ സെക്രീറ്റ് ചെയ്യും, പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആ കമ്പോണൻസിൻ്റെ, അതായത് ലാസ്റ്റ് നമ്മുടെ ഫുഡിലുള്ള എല്ലാ ന്യൂട്രിയൻസും സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ നമ്മുടെ ബ്ലഡ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ സെക്കൻഡ് പ്രോസസ്സായിട്ടുള്ള ബിഗിനിങ് ഓഫ് അബ്സോർപ്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള സ്മോൾ ആൻഡ് സിമ്പിൾ ന്യൂട്രിയൻസിനെ ബ്ലഡ് കാപ്പിലറീസും അതുപോലെ തന്നെ ലാക്റ്റിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിംഫ് ഡക്റ്റ്, ഒരു വെസലാണ്. ഓക്കെ, ഈ രണ്ട് വെസൽസും അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഇത് രണ്ടും കാണപ്പെടുന്നത് ഇൻഡസ്റ്റൈനിലുള്ള വില്ലസുകളിലാണ്, വില്ലയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ആൻഡ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും? ബ്ലഡ് കാപ്പിലറീസ്, ബ്ലഡിൻ്റെ ബ്ലഡ് കാപ്പിലറീസ് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി നോക്കാം ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ അബ്സോർബ്ഡ് ടു ലിംഫ് ഇൻ ദ ലാക്റ്റിയൽ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ് ചെയ്യും? ലാക്റ്റിയലിലുള്ള ലിംഫ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് there is a certain process behind the working of the movement of molecules in and out of the cell. അതായത് സെല്ലിൻ്റെ അകത്തോട്ടും പുറത്തോട്ടും ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ ന്യൂട്രിയൻസ് മൂവ് ചെയ്യണമെങ്കിൽ ചില പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ആ പ്രോസസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ അബ്സോർപ്ഷന് പിന്നിൽ നടക്കുന്ന, അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ പിന്നിൽ നടക്കുന്ന സർട്ടൻ പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ബിഹൈൻഡ് ദ അബ്സോർപ്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിഹൈൻഡ് ദ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷന് പിന്നിൽ നടക്കുന്ന ആ പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഫ്രം ദ ഇൻഡസ്റ്റൈൻ ടേക്ക് പ്ലേസ് അലോങ് ആൻഡ് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അതായത് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് അബ്സോർപ്ഷൻ നടക്കുന്നത്, മോളിക്യൂൾസിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഒന്നെങ്കിൽ അലോങ് ഓർ അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഓക്കെ, കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. ഓക്കെ, അപ്പോൾ അതായത് ചിലപ്പോൾ കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേറ്റഡ് ഏരിയ, കൂടുതൽ ഹയർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള റീജിയണിൽ നിന്നും ലോവർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള റീജിയണിലോട്ടോ, അതല്ലെങ്കിൽ ലോവർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള റീജിയണിൽ നിന്നും ഹയർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള റീജിയണിലോട്ടോ ആണ് എന്ത് നടക്കുന്നത്? മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? അലോങ് ഓർ അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ ബേസിലാണ് എന്ത് നടക്കുക? അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുക. ഓക്കെ, അപ്പോൾ ഈ അബ്സോർപ്ഷൻ്റെ പിന്നിലുള്ളത് മെയിനായിട്ട് 4 പ്രോസസ്സുകളാണ്. അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്ന 4 പ്രോസസ്സുകളാണ് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 പ്രോസസ്സുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ഡിഫ്യൂഷനാണ്. ഓക്കെ, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം
ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ. അതായത് മോളിക്യൂളിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ, അതായത് ഹയർ ഒരുപാട് ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ, അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ ലോവർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലോട്ട് എന്ത് ചെയ്യുക? മോളിക്യൂൾസ് മൂവ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കുക എല്ലാവരും. ഈ പിക്ചറിൽ ഈ ഫസ്റ്റ് ഇത് ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ആണ്. ഇതിൽ നോക്കുക, ധാരാളം മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? ആ കാണുന്നതൊക്കെ മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഒരുപാട് മോളിക്യൂൾസ് ഇതിലുണ്ട്, ഈ ഫസ്റ്റിലുണ്ട്. ഇനി അത് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്നത് ഏത് പ്രോസസ്സാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ വഴി മൂവ് ചെയ്തു. ഇപ്പം നോക്കുക, രണ്ടാമത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ആണ്. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയനിൽ നിന്നും ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയനിലോട്ട് എന്തിൻ്റെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? സിമ്പിൾ ഡിഫ്യൂഷൻ. മനസ്സിലായോ? ഇതിൽ നോക്കുക, ഇത് മൂവ് ചെയ്യാൻ ഇതിൻ്റെ ഇടയിൽ മെംബ്രെയിനുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒന്നും ഏതിലില്ല? സിമ്പിൾ ഡിഫ്യൂഷൻ ഉള്ള പ്രോസസ്സ് നടക്കുമ്പോൾ മെംബ്രെയിൻ്റെ ആവശ്യമില്ല. മൂവ്മെന്റ്സ് എന്ത് ചെയ്യുക? ഹയർ കോൺസെൻട്രേറ്റഡ് ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയനിലോട്ട് അങ്ങ് സ്പ്രെഡ് മൂവ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്കറിയാം നമ്മുടെ ഒരു ഓർഡർ എയറിലോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും അല്ലേ? ഓർഡർ ഒരു ഭാഗത്തു നിന്നുണ്ടായ ഓർഡർ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ എയറിലോട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഓർഡർ ഉണ്ടായ ഭാഗത്താണ് എന്ത്? ഹയർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള റീജിയൻ. അത് പെട്ടെന്ന് അവിടെ നിന്നുള്ള ഓർഡറിന്റെ പാർട്ടിക്കിൾസ്, സ്മെൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഭാഗത്തോട്ടൊക്കെ, അതൊക്കെ എന്താ? ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ആണ്, അവിടേക്ക് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മളൊരു വാട്ടർ എടുക്കുക, കുറച്ച് വാട്ടർ എടുക്കുക, എന്നിട്ട് കുറച്ച് ഇങ്ക് എടുത്തിട്ട്, ഇങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹയർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ് ഇങ്ക്. വാട്ടറിന്റെ കേസ് ആണെങ്കിൽ എന്താ? ലോവർ കോൺസെൻട്രേറ്റഡ് ആണ്. ഇങ്ക് ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ക് എന്ത് ചെയ്യും? വാട്ടറിൽ സ്പ്രെഡ് ആവില്ലേ? അതായത് ഇങ്കിലുള്ള മോളിക്യൂൾ എന്ത് ചെയ്യും? വാട്ടറിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾ ഡിഫ്യൂഷന് എക്സാമ്പിൾ. അപ്പോൾ മനസ്സിലായോ എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ? ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ഈസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ പറഞ്ഞു? എയറിലെ ഓർഡർ എന്ത് ചെയ്യുക? പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു എക്സാമ്പിളാണ്. ഇങ്ക് വാട്ടറിൽ സ്പ്രെഡ് ചെയ്യുന്നത് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഈ ഫാറ്റി നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് നമുക്കറിയാം ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലിലോട്ട് കയറുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? സിമ്പിൾ ഡിഫ്യൂഷനാണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്ത് ചെയ്യാണ്? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അവിടെ സ്മോൾ ഇൻഡസ്റ്റൈനിലായിരിക്കും കോൺസെൻട്രേറ്റഡ്. ഓക്കെ, ഹയർ കോൺസെൻട്രേറ്റഡ്. അപ്പോൾ ആ ഹയർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ലാക്റ്റിയൽ എന്ന് പറഞ്ഞാൽ അതിൽ എന്താ? ലോവർ കോൺസെൻട്രേറ്റഡ് ഏരിയ ആണ്, അവിടേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും മൂവ്മെൻറ്റ് ഏതിൻ്റെ എക്സാമ്പിളാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ the diffusion of some molecule takes place with the help of protein molecule present in the cell membrane. അതായത് സെൽ മെംബ്രെയിൻ, ഇപ്പം നമ്മളെ പേരിൽ തന്നെ ഉണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് അല്ലേ? ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നയിക്കുക, കൊണ്ടുപോവുക എന്നൊക്കെയാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുക അല്ലേ? അതൊക്കെയാണ് എന്ത്? ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ടീച്ചേഴ്സിനെ ഫെസിലിറ്റേറ്റേഴ്സ് എന്നാണ് പറയുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നോളജ് തരുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങളെ പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ആര്? ടീച്ചേഴ്സിൽ. അപ്പോൾ ടീച്ചേഴ്സ് എന്താണ്? ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വഴി കാണിച്ചു തരുന്ന ആളുകളാണ് ആര്? ടീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, അതായത് അതിനൊന്ന് ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഡിഫ്യൂഷൻ ഓഫ് സം മോളിക്യൂൾ ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൻ പ്രോട്ടീൻ മോളിക്യൂൾ പ്രസന്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ. അതായത് സെൽ മെംബ്രെയിൻ്റെ പുറത്ത്, സെൽ മെംബ്രെയിൻ്റെ മുകളിൽ സെർട്ടൻ പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസ് ആണ് ഏത് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുക? ഡിഫ്യൂഷന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ പ്രോട്ടീൻസ് ആണ് മോളിക്യൂൾസിനെ ക്യാരി ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിലോട്ട് എത്തിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ചില മോളിക്യൂൾസിന് ഡയറക്റ്റായിട്ട് സെല്ലിലോട്ട് എൻട്രി ഇല്ല.
അവരെന്ത് ചെയ്യും, ആ മോളിക്യൂൾസ് കമ്പൈൻ വിത്ത് ദിസ് പ്രോട്ടീൻ, ഓക്കെ, ആൻഡ് ടു ഫോം ദ മോളിക്യൂൾ പ്രോട്ടീൻ കോമ്പൗണ്ട്. ഓക്കെ, ഇനി ഈ ഒരു കോമ്പൗണ്ടാണ് എവിടേക്ക് എൻ്റർ ചെയ്യുന്നത്, സെല്ലിലോട്ട് എൻ്റർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് ഗാലക്ടോസ്, ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, പിന്നെ സെർട്ടൻ അമിനോ ആസിഡ്സ് ഒക്കെ ഈ ഒരു പ്രോസസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ബ്ലഡ് കാപ്പിലറീസിലോട്ട് എത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിഫ്യൂഷൻ ഓഫ് സം മോളിക്യൂൾ ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് സെർട്ടൻ അമിനോ ആസിഡ് ടു ദ ബ്ലഡ് ടേക്ക് പ്ലേസ് ബൈ ദീസ് പ്രോസസ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് വഴിയാണ് ബ്ലഡ് കാപ്പിലറീസിലോട്ട് ആരൊക്കെ കയറുന്നത്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എക്സെട്ര. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ, ഓസ്മോസിസ് എന്നുള്ള പ്രോസസ്സ് വഴി വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, വേറെ ഒരു മോളിക്യൂൾസിൻ്റെ അബ്സോർപ്ഷനും ഓസ്മോസിസ് വഴി നടക്കില്ല. അപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ അബ്സോർപ്ഷനാണ് ഏത് പ്രോസസ്സ് വഴി നടക്കുന്നത്, ഓസ്മോസിസ് വഴി നടക്കുന്നത്. മനസ്സിലായോ? ഇനി ഓസ്മോസിസ് എന്താന്ന് നോക്കുക, ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുക, ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയണിൽ നിന്നും ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയണിലോട്ട് മൂവ് ചെയ്യുക. ത്രൂ ഏത് വഴിയാണ്, അവിടെ ആരുണ്ട്, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂളിൻ്റെ ഡിഫ്യൂഷൻ മാത്രമാണ് നടക്കുന്നത്. വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് ഓസ്മോസിസിൽ നടക്കുന്നത്, അബ്സോർപ്ഷൻ മാത്രമാണ് നടക്കുന്നത്. അതുകൂടാതെ അവിടെ ആര് പ്രസൻ്റ് ആണ്, സെമി പെർമിയബിൾ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. ഇതിലും എന്തുതന്നെയാണ്, വാട്ടർ മോളിക്യൂൾ ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയണിൽ നിന്നും ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയണിലോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അത് ഓർത്ത് വെക്കുക. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 പ്രോസസ്സും എങ്ങനെയാണ് നടക്കുന്നത്, ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയനിലോട്ടാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എലോങ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്, മൂവ്മെൻറ്റ് നടക്കുന്നത്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. അപ്പോൾ എഗെയിൻസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ. ഓക്കെ, ബൈ യൂട്ടിലൈസിങ് എനർജി ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻ. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതായത് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ആണ്. അപ്പോൾ ഇങ്ങനെ നടക്കണമെങ്കിൽ അവിടെ എനർജി വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസിങ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ആരുടെ ഹെൽപ്പിലാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ പ്രോട്ടീൻ. അത് മനസ്സിലായോ? അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ. ഓക്കെ, അതായത് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ബൈ യൂട്ടിലൈസിങ് എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ പ്രോട്ടീൻ. ഒരു കാരിയർ പ്രോട്ടീനും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ഇപ്പോൾ നോക്കുക, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ സോൾട്ടിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ഒക്കെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന കേസിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ സോൾട്ടിൻ്റെയും അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെയും ലെവൽ ഡിക്രീസ് ചെയ്യുന്ന ടൈമിലാണ് ഇത് നടക്കുക, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സിന് പിന്നിൽ നടക്കുന്ന ചില പ്രോസസ്സുകളെ കുറിച്ചാണ്. മെയിനായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത് 4 പ്രോസസ്സുകളെ ബേസ് ചെയ്തിട്ടാണ്. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇതിൽ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, the movement of molecules from higher concentrated region to lower concentrated region.
ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലിലോട്ട് മൂവ് ചെയ്യുന്നത് ഏത് വഴിയാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് വഴിയാണ്. മനസ്സിലായോ? ഇനി അത് പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണ്? വിത്തൗട്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒന്നുമില്ല, എനർജിയും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എലോങ് ആയിട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനെ കുറിച്ചിട്ടാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ ഓഫ് സം മോളിക്യൂൾസ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് certain protein present in the cell membrane. ഓക്കെ, അതായത് ചില മോളിക്യൂൾസിൻ്റെ ഡിഫ്യൂഷൻ നടക്കുന്നത് ആരുടെ ഹെൽപ്പിലാണ്? സെൽ മെംബ്രെയിനിൽ ഉള്ള പ്രസൻ്റ് ആയിട്ടുള്ള ചില പ്രോട്ടീൻ്റെ ഹെൽപ്പിലാണ്. ആ പ്രോട്ടീനാണ് ഈ മോളിക്യൂൾസിനെ ക്യാരി ചെയ്ത് സെല്ലിലോട്ട് എത്തിക്കുക. ഓക്കെ, അത്തരം ഡിഫ്യൂഷനെ പറയുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതും ഹയർ ടു ലോവർ റീജിയനിലോട്ടാണ് മൂവ് ചെയ്യുക. പക്ഷെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ആരുണ്ട്? ഒരു കാരിയർ പ്രോട്ടീൻ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിന് എക്സാമ്പിളാണ് അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് സർട്ടൻ അമിനോ ആസിഡ്സ് അമിനോ ആസിഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ ഏതിന് എക്സാമ്പിളാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓസ്മോസിസിനെ കുറിച്ചാണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് മാത്രം നടത്തുന്നതാണ് ഏത്? ഓസ്മോസിസ്. അത് എന്താണ്? ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, ഇവിടെയും എനർജി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ അലോങ് ആയിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. മനസ്സിലായോ? ഇനി ലാസ്റ്റ് വണ്ണാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ by utilizing energy and takes place with the help of a carrier protein. ഓക്കെ, ഇത് നടക്കുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതായത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയനിലോട്ടാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അവിടെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കാരിയർ പ്രോട്ടീനും കൂടി വേണം. ഓക്കെ, അത് സ്റ്റുഡൻസ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ സെക്കൻഡ് ടോപ്പിക്, ദ ഡൈജഷൻ ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ നമുക്കറിയാം. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അബ്സോർപ്ഷൻ ബിഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്ന ആ വരുന്ന ആ മെറ്റീരിയൽസിൽ നിന്നും ഇനിയും വല്ല വാട്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞതിൽ വാട്ടറിൻ്റെ ഡൈജഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് മാക്സിമം വാട്ടർ ആൻഡ് സാൾട്ടൊക്കെ ആരെ അബ്സോർബ് ചെയ്യും? ലാർജ് ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ വാട്ടറിൻ്റെയും അതുപോലെ തന്നെ സോൾട്ടിൻ്റെയും ഒക്കെ അബ്സോർപ്ഷനാണ് ഇവിടെ വെച്ച് നടക്കുന്നത്, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ സെർട്ടൈൻ ബാക്ടീരിയാസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോഡിക്ക് ഹാംഫുള്ളൊന്നും അല്ലാത്ത നല്ല ബാക്ടീരിയാസാണ്. ഈ ബാക്ടീരിയാസിൻ്റെ പ്രത്യേകത അവരെന്ത് ചെയ്യും? ഒരു വൈറ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻ കെ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ കെ എന്ന് പറയുന്ന വൈറ്റമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വൈറ്റമിൻ കെയുടെ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഇത്രയേ ഉള്ളൂ ലാർജ് ഇൻറ്റസ്റ്റൈനിലെ അബ്സോർപ്ഷൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും വരുന്ന ഫുഡ് മെറ്റീരിയലിലുള്ള ബാക്കി വരുന്ന വാട്ടർ ആൻഡ് സോൾട്ടിൻ്റെ അബ്സോർപ്ഷനാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യും? വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വൈറ്റമിൻ കെയുടെ അബ്സോർപ്ഷനും എവിടെ വെച്ച് നടക്കുന്നുണ്ട്? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഫൈനൽ അബ്സോർപ്ഷൻ കഴിഞ്ഞ് ഈ ബാക്കിയുള്ള ഫുഡ് വേസ്റ്റ് മെറ്റീരിയൽ ആണല്ലേ, ഈ വേസ്റ്റ് മെറ്റീരിയൽ നേരെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള എയ്നസിലോ അല്ലെങ്കിൽ റെക്റ്റത്തിലോട്ട് കടക്കും. പിന്നെ അത് എയ്നസ് വഴി പുറത്തോട്ട് എലിമിനേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സാണ് ഇതുവരെയും പഠിച്ചത്. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽ ഇൻ ടു സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോം. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ പാർട്ടിലൂടെയാണ് വരുന്നത്, ലാസ്റ്റ് ഏത് ഭാഗത്തെത്തി, വേസ്റ്റ് എങ്ങനെ ഉണ്ടായി എന്നൊക്കെയാണ് ഇതുവരെയും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു കാര്യം കൂടി മനസ്സിലായി, നമ്മൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നല്ല ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിൽ
ഒരുവിധം ന്യൂട്രിയൻസ് ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ഫുഡും കഴിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ ഒബസിറ്റി, നമ്മുടെ അതിറോസ്ക്ലിയറോസിസ്, ഹാർട്ട് അറ്റാക്ക്, ഇത്തരം ഡിസീസുകളൊക്കെ വരുന്നത് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് ജങ്ക് ഫുഡ് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കേണ്ടതിനെ കുറിച്ച് മനസ്സിലായി. അതിനോടൊപ്പം തന്നെ നമ്മളെ ഫുഡിൽ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ള ആ ഒരു അവബോധം നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.